യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യനായിട്ട് സംസാരിക്കാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ഇപ്പോ ഇന്ന് രാവിലെ മുതലുള്ള വാർത്ത, നമ്മുടെ വേദലക്ഷ്മി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ മുതൽ രംഗത്ത് വന്ന ഒരു ബിഗ് ബോസ് താരത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. BJPക്കാരെല്ലാം വലിയ വർഗീയവാദികളാണെന്നും ഞാൻ വളരെ തന്ത്രപരമായി ചില കാര്യങ്ങൾ ചെയ്താണ് അകത്ത് കയറിയതെന്നും മോദിജിയോടുള്ള ഇഷ്ടം വളരെ തന്ത്രപരമായി ഞാൻ പ്രയോഗിച്ചുവെന്നും ഞാൻ ഇനി കൊടിവെച്ച കാറിൽ നടക്കുമെന്നും ഞാൻ വലിയൊരു കച്ചവടക്കാരനാണെന്നും ഒക്കെയാണത്രേ റോബിൻ ജി പറഞ്ഞത്. ഏതായാലും ഈ അസംബ്ലി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ജികളാണ് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് വന്നത്. ഒന്ന് അഖിൽ മാരാർ ജി, 2 റോബിൻ ജി. അതിൽ അഖിൽ മാരാർ ജി അങ്ങനെ ഒരു വഴിക്കായി, ഇപ്പം റോബിൻ ജി ഇങ്ങനെയും ഒരു വഴിക്കായി. എങ്ങനെ വഴിക്കായി എന്നുള്ളത് പറയുന്നതിന് മുമ്പ് നമ്മുടെ വേദലക്ഷ്മിയുടെ ആരോപണത്തെക്കുറിച്ച് റോബിൻ ജി നടത്തിയ പത്രസമ്മേളനം. ഈ സ്ത്രീന് ഈ പറഞ്ഞ ഒരുങ്ങി വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു സെക്കൻഡ്, ഈ പറഞ്ഞ വേദലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീന് റെഡിയായി വന്നിരുന്ന് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള പകുതി സമയമുണ്ട് പുള്ളിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ. അപ്പൊ എന്താണ് ഇന്റൻഷൻ ഇവരുടെ? ഇനി ഓരോന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ വരാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? പറഞ്ഞു നോക്കി, വേദലക്ഷ്മി നീയും അബിൽദേവനെയും ഇവനെയൊക്കെ ആ ട്രേയൊക്കെ മണ്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് എവിടെ വാ? പോലീസ് സ്റ്റേഷനിൽ വാ, ഞാൻ അവിടെ വെച്ച് കാണാം. ആലോചിച്ച് നോക്കിയാൽ ബ്രോ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ തന്നെ പേടിച്ചിട്ട് എത്ര നാള് ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് വീഡിയോ എടുത്തു. അപ്പൊ അമ്മമാരെ ഇതൊന്നും നോക്കിയാൽ പെണ്ണിനെ വെച്ചിട്ട് ചെയ്യുന്നത്. ഈ അബിൽദേവി ഇന്നലെ കംപ്ലൈന്റ് കൊടുത്തില്ല, പെണ്ണിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? കംപ്ലൈന്റ് കൊടുക്കും, മനസ്സിലായ? സിമ്പിൾ. ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് അറിഞ്ഞൂടാ പോകും, എനിക്ക് എന്റെ കാര്യമല്ലേ അറിയത്തുള്ളൂ, മനസ്സിലായി? ഞാൻ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പോയി പിന്നെ നോക്കാൻ പോണില്ല. പിന്നെ അനാവശ്യമായിട്ട് ഇനി ഒരു രീതിയിലും എന്നെ എന്ത് ചെയ്യരുത്. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോർത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഈ BJPയിൽ സൈദ്ധാന്തികമായി BJPയുടെ ആശയങ്ങളിൽ അത് ശരിയായാലും തെറ്റായാലും ഉറച്ചു നിൽക്കുന്ന ഒരു കേഡർ അവർക്കുണ്ട്. അതൊരു പഴയ കാലത്തെ നമ്മുടെ വാജ്പേയിജിയുടെ സ്കൂൾ ഓഫ് തോട്ട് മുതൽ നമ്മുടെ കേരളത്തിൽ KG മാരാർ സാറൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കാലം മുതലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവരെ നമുക്ക് അവരുടെ പ്രതികരണത്തിലും ഇടപെടലിലും അവരുടെ സംഗതിയിലുമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം, അവരെ കണ്ടുപിടിക്കാം. അവരുടെ പ്രതികരണങ്ങൾക്കും എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു രീതിയും ശൈലിയുമുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ പറയുന്ന രംഗത്തേക്ക് വന്ന മറ്റു ചില ആളുകളുണ്ട്. അവരൊന്നും ഈ പ്രത്യയശാസ്ത്രപരമായോ അല്ലെ സംഘടനാപരമായോ വേറെന്തെങ്കിലും കാര്യത്തിലൊന്നും കയറി വന്നവരല്ല. അവർ നമ്മൾ സാധാരണ പറയത്തില്ലേ, വളരെ തിളക്കമാർന്ന വീട്ടിൽ ഈ മിന്നുന്ന ലൈറ്റുകളൊക്കെ കിടക്കുന്നത് കണ്ട് എന്നാൽ ആ മിന്നുന്ന വെളിച്ചത്തിൽ തങ്ങളുടെ മുഖം കൂടി ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ തങ്ങൾക്കും എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി കയറി വന്നവരുമുണ്ട്. ഈ ആളുകളും ഈ സംഗതിയുമൊക്കെ തിരിച്ചറിയാൻ വളരെ വേഗത്തിൽ നമുക്ക് കഴിയും. റോബിൻ രാധാകൃഷ്ണൻ സാറൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ സമരത്തിൽ ഓടുന്നതും ഒറ്റയ്ക്ക് ഓടി വന്ന് അതിൽ പിടിച്ച് കുലുക്കുന്നതും അതിൽ കിടന്ന് തുള്ളിമറിയുന്നതുമൊക്കെ ഈ പല നീലക്കുയിൽ വീഡിയോകളിലൂടെ ഇങ്ങനെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്കൊക്കെ അതിൻ്റേതായ നെറ്റ്വർക്കും ഒക്കെ പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെ തൊപ്പിയും മാരാരും തമ്മിൽ വഴക്കുണ്ടായപ്പോൾ പറയുന്നത് കേട്ടില്ലേ, നീ അങ്ങനെ PR ചെയ്തില്ലയോടാ, ഇങ്ങനെ PR ചെയ്തില്ലയോടാ എന്നൊക്കെ. ഏതായാലും അവർ തമ്മിലുള്ള തർക്കം തീർക്കാൻ പോലീസ് സ്റ്റേഷനിൽ വരാനാണ് റോബിൻ രാധാകൃഷ്ണൻ ആ സ്ത്രീയെ വെല്ലുവിളിക്കുന്നത്. ആ സ്ത്രീയാകട്ടെ ഇപ്പം സമയമില്ല എന്ന് പറഞ്ഞ് ഓഡിയോകൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഗതി കലക്കുന്നുണ്ട്.